ആദ്യം തന്നെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ഈസ്റ്റർ ആശംസകൾ. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് മലേഷ്യൻ വിശേഷങ്ങളാണ്. ഞങ്ങൾ മലേഷ്യയിൽ ചെന്നതിൻ്റെ സെക്കൻഡ് ഡേ പോകുന്ന ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് അവാന സ്കൈവേ ജെൻറ്റിങ് ഹൈലാൻഡ് എന്ന ഒരു അത്ഭുത നഗരം കാണാനാണ്. രാവിലെ തന്നെ നമ്മുടെ ഗൈഡ് പറഞ്ഞതനുസരിച്ചുള്ള കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും റെഡി ആയി നിന്നു. കറക്റ്റ് സമയത്ത് തന്നെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വാൻ വന്നു. നമ്മളെല്ലാവരും അതിൽ കയറി ഈ ഒരു സ്കൈ ലാൻഡ് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം വഴി റോഡരികിലെ നല്ല ഭംഗിയുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മലേഷ്യയിൽ ഒരു 4 ഡേയ്സ് എങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഏറെക്കുറെ അവിടുത്തെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഗൈഡ് പറഞ്ഞതനുസരിച്ച് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് ഈ ഒരു ഹൈലാൻഡ് കാണാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴികളിലെല്ലാം നല്ല മനോഹരമായ കെട്ടിടങ്ങളും നല്ല നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പുകളും ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. കോലാലംപൂർ സിറ്റിയിൽ നിന്നും 50 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ സ്കൈലാൻഡ് ലൊക്കേഷൻ ഉള്ളത്. അവിടെ നിന്നും ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും ഇവിടേക്ക് ബസ്സുകളുണ്ട്. ഈ ജെൻറ്റിങ് ഹൈലാൻഡ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ മലേഷ്യയുടെ ഒരു സ്വപ്ന നഗരം തന്നെയാണ്. ഒരു മലമുകളിൽ ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഉല്ലാസ കേന്ദ്രം. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാ അട്രാക്ഷൻ്റെയും ഒരു ഓവർവ്യൂ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അവാന ഹബ് എന്നാണ് ഈ ഒരു പ്ലേസിന് പറയുന്നത്. ഇവിടെ നിന്നും ഈ ഒരു താഴത്തെ നിലയിൽ നിന്നും എസ്കലേറ്റർ വഴി 3rd ഫ്ലോറിലാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അവിടേക്കാണ് നമ്മൾ പോകേണ്ടുന്നത്. ഞങ്ങൾ ഓൾറെഡി പാസുമൊക്കെ മുമ്പേ തന്നെ എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ തന്നെ 3rd ഫ്ലോറിലേക്ക് എസ്കലേറ്റർ വഴി നമ്മൾ ചെന്നു. ഒന്ന് 2 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് വേണം ഈ കേബിൾ കാർ കയറാൻ. അത്രയും നല്ല തിരക്കാണ്. ഒരു 10 മണിയാകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും ഇവിടെ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു സെലിബ്രേഷൻ മൂഡാണ് എല്ലാവർക്കും. ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നെത്തുന്ന ഒരു സ്ഥലം. തേർഡ് ഫ്ലോറിൽ നിന്നുകൊണ്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ ഓൺലൈൻ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്താണ് നമ്മൾ അകത്തേക്ക് കയറ്റിവിടുന്നത്. അങ്ങനെ നമ്മളും ക്യൂവിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എത്ര മാത്രം ആൾക്കാരാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒത്തിരി ടൂറിസ്റ്റുകളാണ് ഈ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ, ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആണ്. കേബിൾ കാർ വരുന്നതും ഒരു സൈഡിൽ കൂടെ വരുന്നതും പോകുന്നതായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ 2 വേ ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്. അതായത് മലമുകളിലേക്ക് പോകുന്നതിനും തിരിച്ചിറങ്ങി വരുന്നതിനും. ഈ ഒരു ഹൈലാൻഡ് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 620 മീറ്ററിലാണ് ഇതിൻ്റെ ഹൈറ്റ് പോയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു കേബിൾ കാറിൽ ഏകദേശം 8 പാസഞ്ചേഴ്സിന് വരെ അലൗഡ് ആണ്. അവിടെ അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഗൈഡ് തരാൻ വേണ്ടിയിട്ട് നമ്മളെ കയറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ അതിൻ്റെ ആൾക്കാരുണ്ട്. കേബിൾ കാർ വന്ന് നിൽക്കുമ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ആവത്തില്ല, അത് സ്ലോ ചെയ്ത് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ കയറണം. കുട്ടികളെയൊക്കെ നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച് വേണം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി. ഇതാ കണ്ടില്ലേ, അത് നിൽക്കില്ല, ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. നമ്മളത് ബാലൻസ് ചെയ്ത് പതുക്കെ ശ്രദ്ധിച്ച് അതിനുള്ളിലേക്ക് കയറണം. അപ്പോൾ തന്നെ അവിടെ ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളതൊന്നും അറിഞ്ഞില്ല. നമ്മുടെ ഫോട്ടോസൊക്കെ അവർ എടുക്കും. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് താഴെ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു സുവനീർ പോലെ നമുക്ക് തരുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഇതിൽ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വൈകിട്ടോടുകൂടിയേ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് കാഴ്ചകളുണ്ട് അവിടെ അതിൻ്റെ മേളിൽ ചെന്ന് കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ
വിശദീകരിച്ച് അന്നേരം പറയാം. അങ്ങനെ ഞങ്ങളുടെ കേബിൾ കാറും വന്നെത്തി. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ആയിട്ടുള്ളത് കൊണ്ട് നമ്മളെ പ്രത്യേകം ഒരു കേബിൾ കാറിനുള്ളിലേക്ക് അവർ കയറ്റി. അതിനുശേഷം ഞങ്ങളിതാ നമ്മുടെ ആ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. റെയിൻ ഫോറസ്റ്റുകളാണ് നമ്മളെ കണ്ട് കണ്ട് പോകുന്നത്. പച്ചപ്പുതപ്പ് വിരിച്ച പോലെയുള്ള നല്ല വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അത് നല്ല ഭംഗിയുള്ള വൃക്ഷങ്ങൾ, നല്ല ഇലകളോട് കൂടിയ കുറേ മരങ്ങളാണ് ഇതിനകത്തുള്ളത്. താഴെ കൂടെ നോക്കുമ്പോൾ ഒരുപാട് കാട്ടരുവികളും ഒക്കെ ഒഴുകുന്നതും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഇലകളും ഒക്കെ നമുക്ക് ഇതിൽ കാണാം. ഇത് ഒത്തിരി നമുക്ക് സൂം ചെയ്താലും അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തില്ല. റിയൽ ആയിട്ട് നമുക്ക് കാണുമ്പോഴാണ് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങ് മലമുകളിൽ കണ്ടില്ലേ, ആ ബിൽഡിംഗ് ഒക്കെ കവർ ചെയ്തിട്ട് 3-4 സ്റ്റേഷൻ കവർ ചെയ്താണ് ഇത് സ്റ്റോപ്പ് ചെയ്താണ് ഈ ഒരു റൈഡ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസുകളുണ്ട്, അമ്പലങ്ങളും ഒക്കെ ഉണ്ട്. ഒരു സൈഡിൽ കൂടെ മലയിലേക്ക് കയറി പോകുന്നവരുണ്ട്, ഒരു അടുത്ത സൈഡിൽ കൂടെ തിരിച്ചിറങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ അതിന്റെ ഹൈറ്റ് കണ്ടില്ലേ, നമ്മൾ അങ്ങ് താഴെ ആ ഒരു അവിടെ നിന്നാണ് ജേർണി തുടങ്ങിയത്. ഇപ്പൊ ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ ഒരു ഒത്ത നടുക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ടെമ്പിൾ കാണാം. അവിടുത്തെ പ്രശസ്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് ചിൻസി കേവ്സ് ടെമ്പിൾ എന്ന് ഇത് പറയുന്നത്. ഇവിടെയും ഒരു സ്റ്റോപ്പ് ഉണ്ട്. ആ ടെമ്പിൾ കാണേണ്ടവർക്ക് ആ സ്റ്റോപ്പിൽ ഇറങ്ങി ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി ആ ടെമ്പിൾ കണ്ട്, അതും ഏകദേശം 1 മണിക്കൂറോളം എടുക്കും. ആ ടെമ്പിൾ എല്ലാം കണ്ടതിന് ശേഷം അതേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് യാത്ര തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ വയനാട് ചുരം ഒക്കെ പോലെ തന്നെ റോഡുകളും ഒക്കെ കവർ ചെയ്താണ് ഈ ഒരു റൈഡ് പോകുന്നത്. ഇപ്പൊ ഇതാ നോക്കിയേ, എത്ര ഉയരത്തിലാണ് എത്തിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. നമ്മൾ ഇത്രയും ഹൈറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ആകെ ഒരു സൈലന്റ് ആണ്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ഫീല് പോലെയൊക്കെ അതിലും ഭയങ്കര റിയൽ ആയിട്ട് നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നതിൻ്റെ ഒരു ഭയങ്കര ത്രില്ലിലാണ് ഇപ്പൊ എല്ലാവരും. അടുത്ത റോഡും എല്ലാം പിന്നിട്ട് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതാ കണ്ടില്ലേ, അങ്ങ് താഴ്വാരം നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ, ചിൻസി കേവ്സ് ടെമ്പിൾ എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് ആ ടെമ്പിൾ നമുക്ക് മൊത്തം കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു 9 നിലയോട് കൂടിയ വലിയൊരു ഗോപുരമാണുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഗോപുരത്തിന്റെ അകത്തേക്ക് ലിഫ്റ്റ് ഇല്ല, നമ്മൾ സ്റ്റെപ്പ് കയറി തന്നെ പോകണം. ഇതിന്റെ ആ ഒരു ലാൻഡ്സ്കേപ്പ് വന്നിട്ട് ഒരുപാട് വലിയ ബുദ്ധ പ്രതിമകളും ഒക്കെയാണ് ആ ഒരു ടെമ്പിളിലുള്ളത്. അപ്പോൾ അതിനുശേഷം വീണ്ടും ആ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. മല കയറി പോകുമ്പോൾ തന്നെ ഇത് നമ്മൾ കാണുന്നതായിരിക്കും നല്ലത്. തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും ആർക്കും ഒരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ അടുത്തൊരു സ്റ്റേഷൻ എത്തി. വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ അത്രയും ടയേർഡ് ആയിട്ടുണ്ടാവും, കാരണം അത്രയും കാഴ്ചകളാണ് മുകളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ സ്റ്റേഷനും കഴിഞ്ഞിട്ട് വീണ്ടും ആ റൈഡ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, ഇത്രയും നല്ലൊരു കാഴ്ച അവർക്ക് കാണാൻ പറ്റിയതിൽ. ആ ടെമ്പിളിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ആ ടെമ്പിളിനുള്ളിൽ ഒരുപാട് ഹൈറ്റിലുള്ള ബുദ്ധ പ്രതിമകളും ഒക്കെ ഉണ്ട്. റീൽസ്, ഇൻസ്റ്റാഗ്രാമിനൊക്കെ ഒരുപാട് ഫേമസ് ആണ്. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ആ ഒരു ടെമ്പിളിനുണ്ട് കേട്ടോ. അങ്ങ് അകലെ ആ കാണുന്നതൊക്കെ ഇവിടുത്തെ ഫേമസ് ഹോട്ടൽസ് ഒക്കെയാണ് കേട്ടോ. 5 സ്റ്റാർ ഹോട്ടൽസും 4 സ്റ്റാർ ഹോട്ടൽസും ഒക്കെയാണ്. ഹോട്ടൽ റൂമുകളൊക്കെ നമ്മൾ എവിടെ ചെന്നാലും ആ ഹോട്ടലുകളൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അതിന്റെ ലാൻഡ്സ്കേപ്പ് തന്നെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. കുറെയൊക്കെ വീഡിയോ ഷെയ്ക്കായി പോകുന്നുണ്ട്, കാരണം എന്താ കണ്ടില്ലേ, മഞ്ഞ് മൂടിയ കെട്ടിടത്തിന്റെ പകുതി തുടങ്ങിയൊക്കെ കോട മഞ്ഞാണ്. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ക്യാമറയൊക്കെ ചുവയൊക്കെ പിടിക്കാനൊക്കെ നമ്മൾ മറന്നു. അപ്പോൾ ആ അടുത്ത സ്റ്റേഷനും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ യാത്ര പോകണം. ഇതെല്ലാം ഹോട്ടൽസ് ആണ്, അവിടുത്തെ ഹോട്ടൽസ് ആണ്. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വന്നിറങ്ങുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹോട്ടലുകളുടെ ഒരു ഭയങ്കര കേന്ദ്രം കൂടിയാണ്.
പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്നത് റിപ്പിൾസ് അഡ്വഞ്ചർ ലാൻഡ് എന്ന് പറയുന്ന ഒരു തീം പാർക്കാണ്. ഇത് വന്നിട്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ലാൻഡ്സ്കേപ്പാണ്, ഒരു പ്ലേസ് ആണ്. ഒരുപാട് പാർക്കുകളും റൈഡുകളും ഒക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് ഏക്കർ കണക്കിന് ഇവിടെയും ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി നമ്മൾ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര വൈബായിട്ടുള്ള ഒരു ട്രിപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിതാ അടുത്ത ഒരു സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, യാത്രയുടെ തുടക്കത്തിൽ നമ്മുടെ ഫോട്ടോസൊക്കെ അവർ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും വൈകിട്ട് താഴെ ചെന്നിറങ്ങുമ്പോൾ നമുക്ക് അവർ തരുന്നതായിരിക്കും. അപ്പോൾ ദാ നമ്മൾ വന്നെത്തിയിരിക്കുന്ന ആ ഒരു റൈഡിന് ശേഷം നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന ഒരു യമണ്ടൻ ഷോപ്പിംഗ് മോൾ ആണ്. ഡിജിറ്റൽ ഗെയിമുകളുടെയും ചൂതാട്ടങ്ങളുടെയും ഒക്കെ ഒരു കേന്ദ്രം. പല തീമിലുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളും ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലും ഒക്കെ എന്ന് അവകാശപ്പെടുന്നത് ഇതിനുള്ളിലുണ്ട്. ശരിക്കും നമ്മളൊരു കാർണിവലിൽ എത്തിയതുപോലുള്ളൊരു ഫീലിംഗ് ആണ്. എല്ലാവരും ഭയങ്കര ആഘോഷത്തിമിർപ്പിലാണ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഇത് നമ്മൾ ആ ഏറ്റവും മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഉള്ള ആ ഒരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ. ഇത് കാണണമെങ്കിൽ തന്നെ ഒരു ദിവസം വേണം. ടോട്ടലി 2 ദിവസം തന്നെ ഈ ഒരു ജെന്റിങ് ഹൈലൻഡിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കി വെക്കുകയാണെങ്കിൽ അത്രയും കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത്രത്തോളം ടയേർഡും ആവും. കാരണം അതുപോലുണ്ട് ഇവിടെ മുഴുവൻ നടന്ന് കാണാൻ. ഏതായാലും നമുക്ക് പറ്റുന്ന അത്രയും കാഴ്ചകൾ നമുക്കും കാണാം. ഇതിപ്പോൾ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട് രാവിലെ സമയം. വൈകിട്ട് ഒരു 4, 4:30യോടെയാണ് ഞങ്ങൾ നമ്മുടെ അങ്ങ് അടിവാരത്തിൽ നമ്മുടെ വണ്ടി കിടക്കുന്നിടത്ത് ചെല്ലേണ്ടതെന്നാണ് ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും സമയമുണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് പോവാം. ഇതിൽ ഉൾപ്പെടുത്താത്ത ഇനിയും കുറേ അധികം കാഴ്ചകളുണ്ട്. അതൊക്കെ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണേണ്ടവർക്ക് പോയി കാണാം. ഫുഡ് കോർട്ടുകളും ബാത്റൂം ഫെസിലിറ്റീസും എല്ലാം ഇതിനുള്ളിലുണ്ട്. അതൊന്നും നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ബാത്റൂമോ അത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാ ഫെസിലിറ്റീസും ഉള്ള വലിയൊരു ഷോപ്പിംഗ് മാളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാ കണ്ടില്ലേ, ഡിഫറെന്റ് ആയിട്ടുള്ള ഷോസ് നടക്കുന്ന ഒരു വലിയ ഏരിയ ആണ് ഇതിനുള്ളിലുള്ളത്. അങ്ങനെ ഞങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് 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 വന്നപ്പോഴാണ് ദാ കണ്ടില്ലേ, ദ വേൾഡ് ലാർജസ്റ്റ് ഹോട്ടൽ ഇൻ ദ 7351 മുറികളുണ്ടെന്ന് അവകാശപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലാണ് ഈ കാണുന്നത്. ഇത് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം കണ്ട ഒരു മെയിൻ അട്രാക്ഷനും ആയിരുന്നു, അത്ഭുതവുമായിരുന്നു. 7351 റൂമുകൾ എന്ന് പറയുമ്പോൾ
ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരേ സമയം 30 റിസപ്ഷനുകളാണ് ഇവിടെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്ന് ചാടുന്നത്. അത് നമുക്ക് ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ 2 ദിവസം ഫുള്ള് കാണാനുള്ള കാഴ്ചകളാണ് ഈ വലിയൊരു ഷോപ്പിംഗ് മാളിൽ മറഞ്ഞിരിക്കുന്നത്. പിന്നെ വന്നിട്ട് കാണുന്നത് അഡ്വഞ്ചർ ലാൻഡ് ആണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്റർടൈൻ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു അഡ്വഞ്ചർ ലാൻഡ്. അവിടെയും കുറേ നേരം മക്കളുമൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തു. അവർക്ക് ഇഷ്ടമുള്ള റൈഡുകളും ഒക്കെ അവർ കയറി അവരുടേതായ എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മളും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അവരും അതെല്ലാം നടന്നു കണ്ട് ആസ്വദിച്ചു. അങ്ങനെ ഏകദേശം വൈകിട്ടോടുകൂടി ഞങ്ങൾ മല തിരിച്ചിറങ്ങിയാണ്. സെയിം ആ റൈഡ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളി മഴ. വെറുതെ അല്ല മഴക്കാടുകളെന്ന് ഇവിടെ പറയുന്നത്. മലേഷ്യയിൽ എല്ലാ ദിവസവും മഴയുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. എല്ലാ ദിവസവും 1 മണിക്കൂർ നല്ലൊരു മഴ പെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ മൊത്തം നമ്മൾ എയർപോർട്ടിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെന്നിറങ്ങി എയർപോർട്ടിൽ നിന്നുള്ള യാത്ര നമുക്ക് കാണാൻ സാധിക്കും. ഫുൾ നല്ല പച്ചപ്പാണ്. എങ്ങും നല്ല പച്ച വരച്ച് ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങളാണ് കണ്ണ് നിറയെ കാണാൻ സാധിക്കുന്നത്. അത് നല്ല ഭംഗിയുള്ള ഇലകളോട് കൂടിയ വെറൈറ്റി ആയിട്ടുള്ള വൃക്ഷങ്ങളും നല്ല നല്ല ചെടികളും ഒക്കെയാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് നമ്മൾ ഇറങ്ങി താഴെ വനഹബിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ദാ നമ്മൾ രാവിലെ കയറി പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ് ഒരു സുവനീർ പോലെ അവർ നമുക്ക് തരുന്നത്. നമ്മളിതിന് പേ ചെയ്യണം. അങ്ങനെ ഞങ്ങളും വാങ്ങി. ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങളും വാങ്ങി 2 സുവനീർ. ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ മക്കൾക്കാണെങ്കിലും ഒക്കെ ഓർത്ത് വെക്കാനും ഒക്കെ ആയിട്ട് ചെറിയൊരു മെമ്മറീസ് പോലെ നമ്മുടെ നമ്മുടെ ഷോക്കേസുകളിലൊക്കെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ, ചെറുതായിട്ട് ഷോർട്ട് ചെയ്ത് ഞാൻ എടുത്ത വീഡിയോസാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഷോർട്സിൽ.